വായിച്ച് സുവിശേഷം ആരൊക്കെ കേൾക്കണം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും 2 വാക്യം വായിക്കണം. 2-നകത്തും എഴുതിയിട്ടുണ്ട് ആരാ കേൾക്കേണ്ടത്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അപ്പൊ സകല സൃഷ്ടി ഇത് കേൾക്കണം. ആയത് സൃഷ്ടിയല്ല ഇപ്പൊ ഞരങ്ങിക്കൊണ്ടിരിക്കുക. സകല സൃഷ്ടി ഈറ്റുനോമോടെ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ആയെന്നെ ഇതിനൊരു വിടുതലുണ്ട്. ഈ ഭൂമിക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്, സൃഷ്ടികൾക്കെല്ലാം ഒരു വീണ്ടെടുപ്പുണ്ട്. മൃഗമൊക്കെ സംസാരിക്കുന്ന ഒരു സമയമുണ്ട്. ഇതിപ്പോ പാപം വന്നത് കൊണ്ടാണ് ഇതെല്ലാം. മൃഗം സംസാരിക്കുമ്പോൾ കന്നാലി വിളിക്കുന്ന അമ്മേന്ന് വിളിക്കുന്ന കേട്ടില്ല. ഉടനെ നല്ലയും പറയാം, മരുന്നടി എനിക്ക് ആരും അങ്ങോട്ട് ഇട്ടേച്ച് വരാണ്ടോ. എന്തോരം നല്ല സംസാരം. തത്തയെ കൊണ്ട് പറയിപ്പിക്കുന്നില്ലേ, മാടത്തെ മൈനയൊക്കെ പറയുകയില്ലേ, കാക്കയെ കൊണ്ട് വരെ പറയിപ്പിക്കുന്നവർ ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇത് ശരിക്കും ക്ലിയർ ആകാത്ത എന്നാന്ന് ചോദിച്ചാൽ ഇത് പാപം പ്രവേശിച്ചത് കൊണ്ടാണ്. ഇതെല്ലാം മാറും. അതിനൊരു തെളിവാ. കഴുത സംസാരിച്ചില്ലേ? കഴുതയ്ക്ക് മുമ്പേ പാമ്പ് വന്ന് തള്ളയോട് വേണ്ടിയില്ലേ? ഓ ഇല്ലേ? അമ്മാമ്മയും പാമ്പും കൂടെ എന്ത് പേരുടെ മിസ് കോള് വിട്ട്. അപ്പൊ ഈ ഭൂമിയില്ല, ഈ സൃഷ്ടികളെല്ലാം ഇപ്പൊ ഞരങ്ങിക്കൊണ്ടിരിക്കുക. നമ്മള് പാടുന്ന ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്, അറിയാവുന്നവര് ചേർന്ന് പാടിക്കും. സർവസൃഷ്ടികളും ഏകമായി ഏങ്ങിടും രോദനം കേൾക്കണേ. സർവസൃഷ്ടികളും ഏകമായി ഏങ്ങിടും രോദനം രക്ഷകാനി വന്നിടാതെ ഇച്ഛിതി ഇലം തുജാ ക്ഷിപ്രമ യജനലന യേശുവേ മൽപ്രിയനേ ഇത്തരയിൽ മൽപ്രിയനേ ഇത്തരയിൽ വന്നു നീ ശുദ്ധരേ സേവിടേ. അപ്പൊ ശ്രദ്ധിക്കുക, സകല സൃഷ്ടികളും ഈ സുവിശേഷം കേൾക്കണം. ഇനി 13-ാം അധ്യായത്തിന്റെ 10 വായിച്ചേ. എന്നാൽ സുവിശേഷം മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകും. സുവിശേഷം മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകും. സകല സൃഷ്ടികളും ഇത് കേൾക്കണം, സകല ജാതികളും ഇത് കേൾക്കണം. ആ ഉദ്ദേശത്തില ഇത് ഇവിടെ നടത്തുന്നത്. എല്ലാരും കേൾക്കണം. ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടേ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾ ആരെയും നിർബന്ധിക്കുകയല്ല. വിശേഷിച്ച് ഞാനത് ഒരുത്തനെയും നിർബന്ധിക്കും. വരുന്നവനോട് ഞാൻ പറയുന്നത്, നിനക്ക് ഇഷ്ടമുണ്ടല്ലേ ഇതിനകത്ത് നിൽക്കാവൂ. ചുമ്മാ 3-4 ആഴ്ച ഇവിടെ വന്ന് അണ്ണം തിട്ടമെല്ലാം നടന്നു വെച്ച് നീ പിന്നെ നിനക്ക് നല്ല മനസ്സുണ്ടല്ലേ ഇതിന്റെ ഉപദേശമൊക്കെ ഇതാണ്. ഞങ്ങളുടെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരോട് ഞാൻ കൂടെ പറയും, ഇവിടെ ഇരുന്ന് മെനക്കെടരുത്, പെട്ടെന്ന് പൊക്കോണം. ഇതിന്റെ പ്രമേയം ഇതാണ്. അപ്പൊ ഇത് മനംമാറ്റം ഒന്നുമല്ല, ആളെ കൂട്ടാനൊന്നുമല്ല, ഉള്ള കാര്യമായി പറഞ്ഞ് ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. ഇത് സമ്മർദ്ദം ചെലുത്തുകയല്ല, ഒന്നുമല്ല. അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒരു കാര്യം പറയാം, സുവിശേഷം എല്ലാവരും കേൾക്കണം. സകല സൃഷ്ടികളും ഇത് കേൾക്കണം, സകല ജാതികളും ഇത് കേൾക്കണം. ഇത് തന്നെയാ കേൾക്കേണ്ടത്. വായിച്ച് 49-ാം സങ്കീർത്തനം 1-ാം വാക്യം അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചോ. ഈ വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നതല്ല, ഇതിനകത്തുള്ള കാര്യമാണ് അറിയിക്കാനും കൂടാ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി, സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പി, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളി. ഇത് എല്ലാരും കേൾക്കണം കേട്ടോ. എല്ലാരും കേൾക്കാൻ കൊള്ളാവുന്നതായത് എല്ലാവർക്കും കേൾക്കാം. മറ്റു കാര്യമൊന്നും എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുക. പ്രായമുള്ള തള്ളമാര് സംസാരിക്കുമ്പോ അല്ലെ അപ്പന്മാര് സംസാരിക്കുമ്പോ പിള്ളേരെങ്ങാനും അടുത്ത് ചെന്നിരുന്ന ഉടനെ എന്തോ കേൾക്കാനാണ്. മൂത്തവര് വർത്താനം പറഞ്ഞതിന്റെ കീഴേ വന്ന് കേട്ടിട്ടില്ലേ ചോദിക്കുന്നു. മൂത്തവര് വർത്താനം നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൂത്തവര് വർത്താനം പറയുന്നതിന്റെ കീഴേ വന്ന് എന്നെ കേൾക്കാനാണ്. അപ്പം കൊച്ചൻ കേൾക്കാൻ കൊള്ളാത്തതായി മൂത്തവർ ഇരുന്ന് മൂത്തതിനുള്ള യാതൊരു വെളിവുമില്ല. കൊച്ചു പിള്ളേര് കേൾക്കാൻ പറ്റാത്തതായി മൂത്തത് ഇരുന്ന് ഇപ്പോഴാണ് നേരെ തിരിഞ്ഞു. പിള്ളേര് നമ്മളെ സമ്മതിക്കുകയല്ല. അപ്പച്ചൻ എന്തിനാ ഞങ്ങൾ പിള്ളേര് പറയുന്നതിനിടെ പിള്ളേർ അതിലും അറ്റ സാധനമാ പറയാൻ.
അപ്പച്ചൻ കേട്ടേക്ക് നീരേറ്റുപടം പാലത്ത് നിർത്തി ആടുക വെള്ളത്തിൽ. അതുപോലത്തെ സാധന പിള്ളേർ അടിച്ചങ്ങോട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രായമുള്ളതും കണക്കാ, പിള്ളേരും കണക്കാ, ഇടത്തോരം കണക്കാ, എല്ലാം കണക്കാ. എല്ലാരും പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുകയില്ല. എന്നാൽ സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. അപ്പച്ചനും അമ്മച്ചിക്കും കൊച്ചുങ്ങൾക്കും വല്യമ്മയ്ക്കും വല്യപ്പനും യൗവനക്കാരനും യൗവനക്കാരത്തികൾക്കും എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് യാതൊരു സങ്കോചവും കൂടാതെ ഒരു പ്രയാസം കൂടാതെ കേൾക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വാർത്തയാണ് സുവിശേഷം എന്ന് പറഞ്ഞ നല്ല വാർത്തയാണ്. ദൈവത്തിന് മഹത്വം. അത് മുമ്പോട്ട് പോകാം. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ? സകലരും രക്ഷപ്പെടാം. ആരാ കേൾക്കണം? എല്ലാവരും കേൾക്കണം. സകല ജാതികളും കേൾക്കണം. ദൈവത്തിന് മഹത്വം. കേട്ടാനുള്ള വിശേഷത എന്നാന്നൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. അതെല്ലാം പറയാൻ ഇന്ന് നേരമില്ല. ഷാജി പാസ്റ്ററിനോട് സമയം പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. ദൈവത്തിന് മഹത്വം. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കണം.